നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 14 മുതൽ 20 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ശത്രുവിന് മേൽവിജയം, കോടതി കാര്യങ്ങളിൽ അനുകൂലമായ വിധി, ഭക്ഷണസുഖം എന്നിവ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യമുള്ള യാത്രകൾ മാത്രം ചെയ്യുക. മാനസിക പിരിമുറുക്കം കാരണം ഉറക്കമില്ലായ്മ, ദഹനക്കേട്, രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത എന്നിവ നിലനിൽക്കുന്ന ഗുണദോഷ സമ്മിശ്രമായ വാരമാണിത്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽ സംബന്ധമായി പുരോഗതി ഉണ്ടാവുകയും സർക്കാർ സംബന്ധമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പിണങ്ങിയിരുന്ന ഭാര്യയും ഭർത്താവും വീണ്ടും ഒന്നിക്കാനുള്ള തീരുമാനം ഉണ്ടാവാം. വിവാഹം നടക്കാനുള്ള പ്രേമം വിവാഹത്തിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. ബന്ധുജനപ്രീതിയും ശരീരസുഖവും പ്രതീക്ഷിക്കാം. എങ്കിലും ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ നോക്കേണ്ടത് പ്രധാനമാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പുതിയ വാഹനം വാങ്ങാൻ പറ്റിയ സമയമാണിത്. ജോലിയിൽ ഉയർന്ന പദവി, മേലധികാരിയിൽ നിന്നും പ്രശംസയും സമ്മാനവും എന്നിവ പ്രതീക്ഷിക്കാം. കടമായി കൊടുത്തു നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം തിരികെ ലഭിക്കും. ശത്രുതയിൽ ഉണ്ടായിരുന്നവർ മിത്രങ്ങളാകും. ദീർഘകാലമായ രോഗദുരിതത്തിന് ശാന്തി ലഭിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുവാനും സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഉചിതമായ ജോലി തരപ്പെടാനും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലീകരിക്കുവാനും സാധ്യതയുണ്ട്. വാരാന്ത്യത്തിൽ രോഗങ്ങളിൽ നിന്നും മുക്തി, വിവാഹ കാര്യങ്ങളിൽ തീരുമാനം, സന്താന ഭാഗ്യം എന്നിവ ഉണ്ടാവും. എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. വരവിൽ കവിഞ്ഞ ചെലവ്, മാതാപിതാക്കൾക്കോ ആ സ്ഥാനത്തുള്ളവർക്കോ കഷ്ടതകൾ എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഗുണദോഷ സമ്മിശ്രമായ വാരമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാരം മധ്യത്തോടെ പല കാര്യങ്ങളിലും അസാമാന്യമായ ചിന്താശക്തിയും ധൈര്യവും പ്രകടിപ്പിക്കുകയും വിജയിക്കുകയും ചെയ്യും. വാഹനഭാഗ്യം, സൽസുഹൃത്തുക്കൾ, ഭക്ഷണസുഖം എന്നിവ ലഭിക്കും. സഹോദരങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കും. എന്നാൽ വാരത്തിന്റെ തുടക്കത്തിൽ നേത്രസംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വന്നേക്കാം. വാതരോഗമുള്ളവർ ജാഗ്രത പാലിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാരം മധ്യത്തോടുകൂടി ധനനേട്ടം, വ്യാപാര പുരോഗതി, ശത്രുഹാനി എന്നിവ ഉണ്ടാകും. എന്നാൽ ഹൃദ്രോഗം, നേത്രരോഗം എന്നിവ ഉള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. യാത്രാക്ലേശം, യാത്രയിൽ ദുരിതം എന്നിവ വരുവാൻ സാധ്യതയുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ വാരം അവസാനത്തോടുകൂടി അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. മനഃശക്തി കുറയാനുള്ള സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ കോടതി സംബന്ധമായ കേസുകളിൽ അനുകൂല വിധി ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനലാഭം, അലങ്കാര വസ്തുക്കളുടെ വർധനവ്, ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കാനുള്ള സാധ്യത എന്നിവയുണ്ട്. വാരാന്ത്യത്തോടെ തൊഴിൽ വിജയം, കീർത്തി, സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാനും അവരോടൊപ്പം ഉല്ലാസയാത്ര പോകുവാനുമുള്ള അവസരം എന്നിവ വന്നുചേരും. എങ്കിലും വാരം മധ്യത്തോടെ കുടുംബ ബന്ധുജനങ്ങളുമായും ജീവിത പങ്കാളിയുമായും കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാരം മധ്യത്തോടെ രോഗശാന്തി, മനഃശാന്തി, നിദ്രാസുഖം എന്നിവ അനുഭവപ്പെടും. സാമ്പത്തികമായി നേട്ടം ലഭിക്കാനും ചിന്താശേഷി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണയുടെ പേരിൽ പിണങ്ങിയിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും വീണ്ടും ഒന്നിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും വാരത്തിന്റെ തുടക്കത്തിൽ അനാവശ്യ കൂട്ടുകെട്ട്, മാനസിക പിരിമുറുക്കം, ധനനഷ്ടം, രോഗാവസ്ഥ എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗുണദോഷ സമ്മിശ്രമായ വാരമാണിത്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുവാനും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാരാന്ത്യത്തിൽ രോഗങ്ങൾക്ക് ശമനം, തൊഴിൽ വിജയം, ധനലാഭം, സൽസുഹൃത്തുക്കളുടെ സാമീപ്യം എന്നിവ വന്നുചേരും. എന്നാൽ വാരമധ്യത്തിൽ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ധനനഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ അവസരം വന്നേക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദമ്പതികൾ ഐക്യവും ദാമ്പത്യത്തിൽ സമാധാനവും അനുഭവപ്പെടും. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ യോഗം കാണുന്നു. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവെക്കാനും ആടയാഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവിനും സാധ്യതയുണ്ട്. ഏറ്റെടുത്ത പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. എങ്കിലും വാരം അവസാനം സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം.
വാരമധ്യത്തോടെ കുടുംബസൗഖ്യം, തൊഴിൽ വിജയം, സർക്കാർ ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷൻ, സാമ്പത്തിക പുരോഗമനം എന്നിവ പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവും. വിവാഹഭാഗ്യം, പുതുവസ്ത്ര ലാഭം, ഭൂമി വർധനവ്, ധനനേട്ടം എന്നിവ ഉണ്ടാകും. എങ്കിലും വാരത്തിന്റെ തുടക്കത്തിൽ കേസ് വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആമാശയ സംബന്ധമായ അസുഖമുള്ളവർ ജാഗ്രത പാലിക്കുക. മീനം രാശി, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാരം അവസാനം തൊഴിൽ വിജയം, ബിസിനസ്സിൽ ലാഭം, ഭക്ഷണസുഖം, വാഹനഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. കലാ സാഹിത്യ മേഖലകളിലുള്ളവർക്ക് സമ്മാനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. എന്നാൽ അനാവശ്യ കൂട്ടുകെട്ടുകൾ, മാനഹാനി, ധനനഷ്ടം എന്നിവ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കോടതി വ്യവഹാരം, തർക്കങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഉദരരോഗം സൂക്ഷിക്കുക. ഉത്തരവാദിത്തം വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം പ്രതീക്ഷിക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.